അതെ ഗൈസ്, കഴിഞ്ഞ ദിവസം റൂം ക്ലീൻ ആക്കിയപ്പോൾ കിട്ടിയതാണ് ഈ കളഭം. നാട്ടിൽ നിന്ന് അമ്മ എപ്പോഴും കൊടുത്തയച്ചതാണ്. ഇതെങ്ങനെ നെറ്റിയിൽ തൊട്ടപ്പോഴേ ചെറിയൊരു തണുപ്പും നാട്ടിലത്തെ ഓർമ്മയും പിന്നെ ഗുരുവായൂർ അമ്പലമൊക്കെ ഇങ്ങനെ ഓർമ്മയിൽ വന്നു. ഗുരുവായൂർ അമ്പലത്തേക്ക് എൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ കേട്ടാ. പിന്നെ ഗൈസ്, സാലറി കിട്ടിയ വീക്കാണ്. ഒരു ലോങ് ലിസ്റ്റ് തന്നെയുണ്ട് ഗ്രോസറി പർച്ചേസിന്. നമ്മൾ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്തെ എല്ലാ ബുധനാഴ്ച നമുക്ക് കളർ ഡ്രസ്സ് ഇട്ടാൽ മതിയായിരുന്നു. അതുപോലെ തന്നെയാണ് വിശാഖിൻ്റെ ഓഫീസിലും. അവർക്ക് എല്ലാ തേഴ്സ്ഡേയും കാഷ്വൽ ഡ്രസ്സ് ഇട്ടിട്ട് പോയാൽ മതി. പക്ഷേ എനിക്ക് അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നുമില്ല. ആഴ്ചയിൽ 7 ദിവസം യൂണിഫോം ഇട്ടാലേ അങ്ങോട്ടേക്ക് പോകാൻ പറ്റുള്ളൂ. പിന്നെ ഈ ഗ്രോസറി പർച്ചേസിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് 5 വർഷം മുന്നേ ആദ്യമായിട്ട് കല്യാണം കഴിഞ്ഞ് ബഹ്റിനിൽ വന്ന സമയത്ത് ഒരു ഉണ്ണിപ്പര കൂട്ടുന്ന സെറ്റപ്പായിരുന്നു. ഇത് എങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യണം, എന്തൊക്കെ ബഡ്ജറ്റ് ഉണ്ട്, എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ചൊന്നും യാതൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ശരിക്കും നമ്മൾ ഈ ഹൈപ്പർ മാർക്കറ്റിൽ പോവുക ആന കരിമ്പിൻകാട്ടി പോയ പോലെയാണ്. കാണുന്നത് എന്തൊക്കെയോ മേടിച്ച് കൂട്ടും, പിറ്റേ ദിവസം തന്നെ കോൾഡ് സ്റ്റോറിക്ക് ഓടും. പക്ഷേ ഇപ്പം 5 വർഷം കഴിഞ്ഞപ്പം തരക്കേടില്ലാതെ കാര്യങ്ങൾ എങ്ങനെ പ്ലാൻ ചെയ്യണം, ബഡ്ജറ്റ് എങ്ങനെ സെറ്റാക്കണം, 2-3 വീക്സിലുള്ള കാര്യങ്ങൾ എങ്ങനെ പ്ലാൻ ചെയ്യണം, മീൽ പ്രിപ്പറേഷൻ ഒക്കെ ഏറെക്കുറെ ഐഡിയ കിട്ടി. വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ നല്ല അടിപൊളി നാടൻ ചിക്കൻ കറിയും പിന്നെ നെയ്ച്ചോറ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതാകുമ്പം നാളത്തെ ഉച്ചത്തെ കാര്യം കൂടി സെറ്റാണ്. അങ്ങനെ അച്ഛനും അമ്മയും മാത്രം പണിയെടുത്താൽ മതിയോ, എനിക്ക് എന്തെങ്കിലും പണി വേണ്ടേ? അങ്ങനെ എന്തിനോ വേണ്ടി ഈ പ്ലമ്മൊക്കെ പ്ലേറ്റിൽ അടക്കി വെക്കുകയാണ് ഈ കോപ്പറേറ്റീവ് സൊസൈറ്റി. ഈ ലൈഫിനെയും കുട്ടീനെയും വർക്കിനെയും ഒക്കെ ഒരേപോലെ ഇങ്ങനെ കൊണ്ടുപോകല് പണ്ട് വിചാരിച്ചത്ര ഈസി അല്ല റിയാലിറ്റിയിലേക്ക് വന്നപ്പോൾ. പിന്നെ ഇതുപോലെ കിട്ടുന്ന പ്രോത്സാഹനങ്ങൾ കൊണ്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോവാണ്. പിന്നെ ഈ ടാസ്കൊക്കെ കുറച്ച് ഈസിയാക്കാൻ ഒഴിവ് ദിവസങ്ങളിൽ ഇതുപോലെ ജിഞ്ചർ ഗാർലിക് മല്ലിയിലൊക്കെ ഇതുപോലെ ഫ്രോസൺ ആക്കി വെക്കലാണ് ഒരു പതിവ്. ഈ പപ്പട കൊതിയന് പപ്പടമല കണ്ട് വലിയ എക്സ്പ്രഷൻ ഇട്ടില്ലെങ്കിലും ഭാര്യയ്ക്ക് സങ്കടം തോന്നാണ്ടിരിക്കാൻ പാവൻ്റെ ഭർത്താവ് എക്സ്പ്രഷൻ ഇട്ടിട്ട് ഓവറാക്കുന്നുണ്ട്. ഇതാണ് നമ്മൾ പറഞ്ഞ ആർഭാട ഡിന്നർ. അപ്പോൾ ഓക്കെ, താങ്ക് യു, ബൈ.